അല്ല, ഞാൻ ആദ്യം അവിടെ നിന്ന് പോയി നോക്കിട്ട്. വേണ്ട, മാനം വരണ്ട, ഞാൻ പോയിക്കോളാം അങ്ങോട്ട്. അതൊന്നും ശരിയാവില്ലേ ഗോവിന്ദ. എന്തായാലും സംഭവിച്ചില്ലേ, ഫേസ് ചെയ്തല്ലേ പറ്റൂ. എനിക്ക് പോണം അങ്ങോട്ട്, എനിക്ക് പോണം. നീ പോണം. നീ സ്നേഹിക്കുന്ന നിന്റെ പശുക്കളോടെ ചത്ത് മലച്ച് കിടക്കുന്നത് കണ്ട് നീ വാവിട്ട് കരയണം. നിന്റെ ഹൃദയം തകർന്നു നിൽക്കുന്ന ആ കാഴ്ച എനിക്ക് കണ്ട് രസിക്കണം. ഗോവിന്ദ, നമുക്ക് സമയം കളയാനില്ല. വാ, നീ വന്നേ. ഞാനിവിടെ വരാം. മോള് വന്നു. ഒരു ഓട്ടോ എടുത്തിട്ട് വരൂ. നിക്ക് ഗോവിന്ദ, ഞാനും വരുന്നു. എല്ലാരും കൂടി എങ്ങനെയാ കൊണ്ടുപോവാ? മോള് വന്നേ. സമയം കളയാനില്ല. സമയം കളില്ലാത്ത സമയത്താണ്. വണ്ടിയുടെ ചാവി ഇവിടെ. അതെ, ശരീരത്തിന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ. ഞാൻ ഓടിക്കാം. വേണ്ട മോളെ, ഞാൻ ഓടിച്ചോളാം. നീ പിറകെ കയറിയാ മതി, അതാ നല്ലത്. സമയം ശരിയല്ല. മോള് ഓടിച്ചോളും, ബാലം പുറകെ കയറ്. ഇന്ന് പോടാ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ജംഗ്ഷനിൽ ചെന്നിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് വാ. കേറിക്കോ മോളെ, കേറിക്കോ. പിടിച്ചിരുന്നോണേ. ഞാൻ കാർ എടുക്കണോ? വേണമെങ്കിൽ ഞാൻ ആക്കിത്തരാം. വേണ്ട, ഞങ്ങളൊരു ഓട്ടോ എടുത്ത് പൊക്കോളാം. ഗോവിന്ദ, ആ ജംഗ്ഷൻ ചെന്ന ഓട്ടോ കിട്ടും. അച്ഛൻ എന്തുമാത്രം സ്നേഹിച്ചു വളർത്തിയ പശുക്കളാണെന്ന് അറിയുവോ? വലിയ കഷ്ടമായി ഇപ്പൊ അല്ലേ അമ്മേ? എന്ത് കഷ്ടം? ആ പശുക്കളുടെ പാല് വിറ്റ് കിട്ടുന്ന കാശൊക്കെ നിന്റെ അക്കൗണ്ടിലേക്കാണോ അങ്ങനെ കൊണ്ടുവന്നിട്ട് തരുന്നത്? അല്ലല്ലോ. അത് ന്യായമായ ചോദ്യം. കണക്ക് നോക്കുന്നത് ചാരു, കണക്ക് ഏൽപ്പിക്കുന്നത് ചാരുവിനെ. പശുക്കളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ചെലവാക്കുന്നതും കൈയാളുന്നതും ഒക്കെ അയാളും അവളും അല്ലേ? അപ്പൊ പിന്നെ ആ പശുക്കൾ ചത്തതിന്റെ പേരിൽ കരയുന്നതിനും അവര് മാത്രം മതി. നിന്റെ കണ്ണീരിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ. എന്നാലും ആ മിണ്ടാപ്രാണികൾ ചത്തു എന്നറിഞ്ഞപ്പം ഒരു സങ്കടം. എനിക്ക് തല്ലി കിട്ടിപ്പില്ലാത്ത സങ്കടം അവൾക്ക്. നീ പോയി ആ മുറിവണ്ണി കർപ്പൂരായ തൈലം എടുത്തോണ്ട് വാ. അതൊക്കെ ഇട്ടൊന്ന് തേച്ചാലേ എനിക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റും. വാടി ഇങ്ങോട്ട്. ഒന്ന് പോയി എടുത്തോണ്ടി. അമ്മേ, പരമേശ്വരൻ ഇപ്പൊ തൊടുത്ത് വിട്ടിരിക്കുന്നത് ഒരു ചെറിയ അസ്ത്രം അല്ല, ബ്രഹ്മാസ്ത്രം. അത് കുറിക്ക് തന്നെ കൊണ്ടു. ഇനി അതിന്റെ പേരിൽ ഇവിടെ പലതും നടക്കും. എടാ, നീ വൈകിട്ട് എപ്പം തിരിച്ചെത്തും? എന്തുപറ്റി? ഒരു ചോദ്യത്തിന് മറുചോദ്യമല്ല മറുപടി. ആൻസർ മീ. എപ്പോ തിരിച്ചെത്തും? എന്തായാലും വൈകുന്നേരമോ? ഞാൻ ചിലപ്പോ കുറച്ചുകൂടി ഒന്ന് ലേറ്റ് ആയിരിക്കും. അതെന്താ, എവിടെയെങ്കിലും പോകാനുണ്ടോ? അതല്ല, ഞാൻ തിരിച്ച് ആയിരപ്പറ വീട്ടിൽ വന്നു കയറുന്നത് വെറും അരവിന്ദായിട്ടായിരിക്കില്ലല്ലോ. കൺസ്ട്രക്ഷന്റെ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു വരവ് വെറും കൈയോടെ ആകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ശ്രേയയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞാൻ വരൂ. വെരി ഗുഡ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. ഓൾ ദി ബെസ്റ്റ് അരവിന്ദേട്ടാ. താങ്ക് യു. അരവിന്ദേട്ടാ, ഒരു ചേട്ടനോട് അനിയൻ ഇങ്ങനെയൊക്കെ പറയാവോന്ന് ചിന്തിക്കണ്ട. പിന്നെ നിനക്ക് എന്നോട് എന്തൊക്കെയോ വൈരാഗ്യങ്ങളുണ്ട്. ഞാൻ പറയുന്നതിനെ ആ കണ്ണോട് കാണുകയും വേണ്ട. കൺസ്ട്രക്ഷൻസ് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. അവര് സൈറ്റ് സൂപ്പർവൈസർ സ്ഥാനത്തേക്ക് നടത്തുന്ന ഇന്റർവ്യൂവിനെ നിസ്സാരമായിട്ട് കാണരുത്. അറിയാലോ, പുതിയതായിട്ട് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്ഡേറ്റഡ് ആണ് അവർ. പല കമ്പനികളും അവരെയാണ് ചൂസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താരാതെ നോക്കണം. ചിലപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചെന്നിരിക്കും.
പരിങ്ങരുത്. വളരെ കോൺഫിഡൻസോടെ തന്നെ അറിയില്ലാന്നും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാമെന്ന് മറുപടി കൊടുക്കണം.